3 പേരുടെ ഓച്ചിറ അമ്പലത്തിലോട്ടൊന്ന് വന്നതാണ് കേട്ടോ. അതിന് രാത്രി വന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. അതാണ്ട് ഈ ഒരു വൈബ് കിട്ടാനാണ് കേട്ടോ. അതായത് ഈ കിളികളുടെ സൗണ്ടും ഈ ലൈറ്റും ഇതെല്ലാം കൊണ്ട് നല്ലൊരു രസമാണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം മാത്രമല്ല പകൽ വന്നാൽ ഈ ഒരു ഫീലൊക്കെ കിട്ടുമെങ്കിൽ പോലും ഈ രാത്രിത്തെ ഫീലൊന്ന് വേറെയാണ് കേട്ടോ. ഈ ലൈറ്റും പിന്നെ എന്താണ് ഈ ആൽത്തറയിലെ വിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടുള്ള ഫീലും. പിന്നെ ഒരു പ്രശ്നം ഈ കിളികളുടെ അപ്പീടൽ പരിപാടിയാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ട് നടന്നാൽ ആദ്യം നമുക്ക് എസ്കേപ്പ് ആയി പോകാം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ ജാനൂട്ടം വയലൻ്റ് ആവും കേട്ടോ. അപ്പം പിന്നെ അച്ചാടെ കൈ പിടിച്ച് പൊക്കോളും കേട്ടോ. എനിക്ക് കപ്പാട്ടം വേണം എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മളെ ജാനൂട്ടിനെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാണ്ട് അത് കഴിഞ്ഞാൽ അവളുടെ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ഈ ഒരു നക്ഷത്രവനം. ഇത് വന്നതിന് ശേഷം ഞാനും ഏട്ടനൊക്കെ ഏറ്റവും കൂടുതൽ സമയം നാട്ടിൽ നിന്നപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇവിടെ കേട്ടോ. പാർക്കിൽ പോകുന്നതിനെക്കാട്ടിലും ജാനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരുന്നത്. കാരണം വേറൊന്നുമില്ല കേട്ടോ, അവൾക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമ്മൾ പിടിച്ചു നിർത്തത്തൊന്നുമില്ലല്ലോ, വീണാലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, മണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും ശരിക്കും നമ്മളിപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാം, നമ്മൾ നാട്ടിൽ വരുന്നതിന് മുമ്പേ പ്ലാൻ ഇട്ടായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം പളനിയിൽ പോകണമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാപ്പ് കെട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കാപ്പ് കെട്ടി വ്രതം എടുത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ അന്ന് കാപ്പ് കെട്ടിയൊക്കെ പോയിട്ട് അതിന് ശേഷം ഒരു 3-4 ദിവസം വ്രതമൊക്കെ നിന്നിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് പീലി നിറയ്ക്കാനാണ് കേട്ടോ. അതായത് നമ്മൾ പളനിയിൽ പോകുമ്പോൾ ഇങ്ങനെ പീലി നിറയ്ക്കില്ലേ, ഭിക്ഷ എടുത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ നേർച്ചയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പോലും ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പീലിയൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിനകത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ആൽത്തറയിൽ കൊടുത്തിട്ട് പീലിയൊക്കെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളുടെ ഒരു വിശ്വാസമല്ലേ. അപ്പോൾ പോകുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പളനിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.